എം എം മണിക്ക് ബൈസൺ വാലിയിൽ കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഒരുക്കിയ പൗരസ്വീകരണമാണ് ഇപ്പോൾ ചർച്ച. അധിക്ഷേപ പ്രസംഗങ്ങളിലൂടെ എം എം മണിയുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനാണ് ഇത്തരമൊരു സ്വീകരണമെന്നാണ് എതിരാളികൾ പറയുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്ത പൗരസ്വീകരണം. ബൈസൺ വാലി പഞ്ചായത്തിന് എം എം മണി പ്രത്യേക കരുതൽ നൽകിയതിനാണ് സ്വീകരണമെന്ന് നാട്ടുകാർ. എന്നാൽ ബൈസൺ വാലി എം എം മണിയുടെ ഉടുമ്പൻചോല മണ്ഡലത്തിലല്ല. മണ്ഡലം കടന്നുള്ള പൗരസ്വീകരണം ഇപ്പോൾ എന്തിനെന്നാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ ഈടുറ്റ സംഭാവനകളാണ് ഈ നാടിനെ ധന്യമാക്കിയിട്ടുള്ളത്. അത് ഈ നാടിന്റെ അഭിമാനത്തിന് പാത്രമാകാൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ നിലപാടുകളും രാഷ്ട്രീയ വീക്ഷണവും പൊതുജന സമൂഹത്തിനും പൊതു താല്പര്യത്തിനും എത്ര കണ്ട് ഉപകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെതിരായ എം എം മണിയുടെ അധിക്ഷേപ പരാമർശങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായതാണ്. തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകരുതെന്ന് CPIM-ന് നിർബന്ധമുണ്ട്. അതിനുവേണ്ടി നടത്തിയതാണ് ഈ പൗരസ്വീകരണമെന്ന് ഡീൻ കുര്യാക്കോസ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും 5 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MP എന്നുള്ള നിലയിലും എന്നെ ആ ഒരു വിധത്തിൽ അപഹസിച്ചതിന്റെ പേരിലാണ് പൗരസ്വീകരണം CPM ഒരുക്കി അതിന് വേണ്ടിയതായിട്ടുള്ള ഒരു അവസരം നൽകിയത് എങ്കിൽ എനിക്ക് ആ പാർട്ടിയെ ഓർത്ത് സഹതപിക്കാൻ മാത്രമേ തരമുള്ളൂ. പൗരസ്വീകരണവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് CPIM ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അധിക്ഷേപ പരാമർശം നടത്തുന്നതിൽ കോൺഗ്രസും പിന്നിലല്ല. എം എം മണിക്കെതിരായി കോൺഗ്രസ് പ്രാദേശിക നേതാവ് OR ശശിയുടെ അധിക്ഷേപ പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നതാണ്. 24 ഇടുക്കി.